കപ്പൂർ ജനതാ ഗ്രന്ഥശാല വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ മാരായംകുന്ന് KAMA LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ജനതാ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും വായനശാല പ്രസിഡന്റ് CV അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല ഇല്ലാത്ത വാർഡുകളിലെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ഗ്രന്ഥശാല ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്നും ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. അക്ഷരജാലകം PN പണിക്കർ പുരസ്കാരം ലഭിച്ച ഷറഫുദ്ദീൻ കളത്തിലിനെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഗ്രന്ഥശാല സെക്രട്ടറിയുമായ ഷാനിബ ടീച്ചർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ഷാനിബ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള നിയമസഭ പാസാക്കിയ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കേരള ഗ്രന്ഥശാല സംഘം ആക്ട്സ് ആൻഡ് റൂൾ അനുസരിച്ച് KSLC നിയമാവലി ഭേദഗതി യോഗം അംഗീകരിച്ചു. വായനശാല അംഗങ്ങളായ അലി കുമരനെല്ലൂർ, യൂനസ്, രഞ്ജിത്ത്, ലൈബ്രറിയൻ സുധി പൊന്നേങ്കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡ് മെമ്പർ സൽമ ടീച്ചർ സ്വാഗതവും വായനശാല എക്സിക്യൂട്ടീവ് അംഗം മനോജ് പുലാശ്ശേരി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇടയ്ക്കയിൽ സുജിത് കോട്ടൂരിന്റെ വിസ്മയിപ്പിക്കുന്ന മിന്നും പ്രകടനവും ഉണ്ടായി. എല്ലാ അംഗനവാടികളും വായനശാലകളില്ലാത്ത അംഗനവാടികളിലെല്ലാം ഒരു വാർഡിൽ ഒരു വായനശാല ഇല്ലെങ്കിൽ അവിടെ ഒരു അംഗനവാടി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു വായനശാലയാക്കി അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതിന് കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി വരുന്നത്. പറ്റുകയാണെങ്കിൽ ഈ 2025 പദ്ധതി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് വായനശാലകളില്ലാത്ത പ്രദേശങ്ങളിൽ ഒരു അംഗനവാടി കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സ്ഥലം തന്നെയാണ്. കാരണം അധികം അംഗനവാടികളും 3 സെന്റോ 4 സെന്റോ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വായനശാല കൂടി വേണമെങ്കിൽ പ്രയാസകരമാണ്. അപ്പോൾ മേലെ ഷീറ്റ് വർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ള അംഗനവാടികളിലെല്ലാം ഇപ്പോൾ കുറേ ഒരു 10-12 അംഗനവാടികൾക്ക് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അംഗനവാടിയുടെ മേലെ അതേപോലെ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ബിൽഡിങ് ചോർച്ചയും വായനശാലയും രണ്ടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ഷീറ്റ് വർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു വായന കേന്ദ്രമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഞങ്ങളെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ 2025 കൂടിയിട്ട് നമുക്ക് കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഒരു ഗ്രന്ഥശാല ആരംഭിക്കാൻ കഴിയും, അല്ലെങ്കിൽ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ് അവസരം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.